ആൽബിയുടെ വീട്ടിലെ ചടങ്ങുകൾ കഴിഞ്ഞതും അവർ പള്ളിയിലേക്ക് ഇറങ്ങി. ആൽബിയുടെ കാറ് വന്ന് നിന്നതും പുറകിലായി നേഹയുടെ കാറും വന്ന് നിന്നു. നേഹ റോസ് കളർ സാരിയിൽ സുന്ദരിയായിരുന്നു. ആൽബിയെ കണ്ട അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൻ കാറിലിരുന്നു കൊണ്ട് തന്നെ ചുണ്ടുകുറിപ്പിച്ച് ഉമ്മ കൊടുത്തതും അവൾ ഒന്നുകൂടി ചുവന്ന് തൊടുത്തു. അനീറ്റയും മീനുവും മിക്കുവും പൊന്നും കൂടി സെൽഫിയൊക്കെ എടുത്ത് സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ബ്ലാക്ക് കളർ കാർ അവർ നിന്ന സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയത്. അതിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ കണ്ടതും നമ്മുടെ അനീറ്റ കൊച്ചിൻ്റെ കിളികൾ കൂടും കൊടുക്കിയെടുത്ത് സ്ഥലം വിട്ടിരുന്നു. മീനു അനീറ്റയെ നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് തലയാട്ടി. പോടി പട്ടി, അനീറ്റ ചുണ്ടുകൾ കൊണ്ട് പതിയെ അവളോട് പറഞ്ഞു. മിക്കുവും പൊന്നും ഇവരെന്തായി കാണിക്കുന്നു എന്ന രീതിയിൽ നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല. അലക്സ് കാറിൽ നിന്നും ഇറങ്ങി. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം. ഷർട്ടിൻ്റെ മുകളിലെ ബട്ടൺസ് കുറച്ച് തുറന്നിട്ടിട്ടുണ്ട്. അതിൽ സ്വർണ്ണമാല നെഞ്ചോട് ചേർന്ന് ഒട്ടിക്കിടക്കുന്നത് കാണാം. അവൻ കാറിൽ നിന്നും ഇറങ്ങി മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് അനീറ്റയെ നോക്കി ചിരിച്ചു. അവൾ നല്ലോണം പുച്ഛിച്ചു കാണിച്ചു. അവൻ വീണ്ടും അവളെ നോക്കി ഊറി ചിരിച്ചുകൊണ്ട് ആൽബിയുടെ അടുത്തേക്ക് നടന്നു. എന്താ ഇവിടെ നടക്കുന്നത്? പൊന്നു അനീറ്റയുടെ മുൻപിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു. എന്ത്? അനീറ്റ അറിയാത്ത ഭാവത്തിൽ അവളോട് തിരികെ ചോദിച്ചു. ഇപ്പം ഈ നടന്നത് അതിനൊരു വിശകലനം വേണോ എനിക്ക്? പൊന്നു കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറയാടി. മീനു ഇടയ്ക്ക് കയറി പറഞ്ഞതും അനീറ്റ അവളെ ഒന്ന് നോക്കി. ചേച്ചി എന്താ നോക്കുന്നേ? ഇവരും കൂടി അറിയട്ടെ. അതും പറഞ്ഞ് മീനു വന്ന് ആൽബിയുടെ എൻഗേജ്മെൻറ്റ് മുതൽ ലാസ്റ്റ് അവർ കടയിൽ വെച്ച് കണ്ടത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പൊന്നും മിക്കും എല്ലാം കേട്ട് അന്തം വിട്ടു നിന്നു. എന്നിട്ട് ചേച്ചിയുടെ തീരുമാനം എന്താ? പൊന്നു സംശയത്തോട് ചോദിച്ചു. എനിക്കറിയില്ലടി, ഇന്നും അങ്ങേര് വരുമായിരിക്കും. എന്താ തീരുമാനമെന്നറിയാൻ. എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ചേച്ചി പറയും വീട്ടിൽ വന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ആൽബിച്ചായനോട് പറയട്ടെ അയാൾ. പൊന്നു അവളുടെ ഭാഗം പറഞ്ഞു. അതെ, മറ്റുള്ളവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. പക്ഷേ പുള്ളി പൊളിയാട്ടോ. ആ ചേട്ടൻ വന്നിറങ്ങിയതും ഇവിടെ എല്ലാ അവളുമാരും ആ ചേട്ടനെ തന്നെ നോക്കുകയായിരുന്നു. ഞാൻ കണ്ടതാ. ആരായാലും ഒന്ന് നോക്കി പോകും. മിക്കു എന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അനീറ്റയ്ക്ക് എന്തോ വിഷമം പോലെ തോന്നി. അലക്സിനെ നോക്കി നിന്നപ്പോൾ പിടക്കോഴികളെ ഒന്നും കൊച്ചു ശ്രദ്ധിച്ചില്ലായിരുന്നു. വാ നമുക്ക് പള്ളിയിലേക്ക് കയറാം. എന്തോ ആലോചിച്ച് നിന്ന് അനീറ്റയെ വിളിച്ചുകൊണ്ട് പൊന്നു പറഞ്ഞതും അവർ 4 പേരും കൂടി പള്ളിയിലേക്ക് കയറി. അച്ഛൻ മിന്നു വാഴ്ത്തി ആൽബിക്ക് കൊടുത്തതും അവൻ മിന്നു കെട്ടി അവളെ അവൻ്റെ പാതിയാക്കി മാറ്റിയിരുന്നു. പള്ളിയിൽ നിന്നും അലക്സ് നോക്കുന്നത് കണ്ടിട്ടും അനീറ്റ കണ്ട ഭാവം നടിച്ചില്ല. എങ്കിലും അവൻ നോക്കാത്തപ്പോഴൊക്കെ അവൾ നല്ലോണം വായി നോക്കുകയും ചെയ്തു. ദേ ആ ചേട്ടൻ ഇങ്ങോട്ട് നോക്കുന്നടി. ഷേ, ആരെയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അനീറ്റയുടെ ബാക്കിൽ നിന്ന പെൺകുട്ടികൾ പറയുന്നത് കേട്ടാണ് അവൾ അലക്സ് ഇരിക്കുന്ന സൈഡിലേക്ക് വീണ്ടും നോക്കിയത്. തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അലക്സിനെയാണ് അവൾ കണ്ടത്. അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി മുൻപിലേക്ക് നോക്കി നിന്നു. ആ ചേട്ടൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതിനേയും കൊള്ളാം. എന്ത് ഗ്ലാമറാ രണ്ടുപേരും. ഇവരീ പള്ളിയിലാണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? കുട്ടിയുണ്ടല്ലോ കയ്യിൽ. മറ്റൊരു പെൺകുട്ടി പറയുന്നത് കേട്ടതും പൊന്നു ആണുങ്ങളിരിക്കുന്ന സൈഡിലേക്ക് നോക്കി. മാളുമോളെ ബെഞ്ചിൽ മുകളിലിരുത്തി കളിപ്പിക്കുന്ന റിച്ചിയാണ് അവൾ കണ്ടത്. ബാക്കി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പൊന്നുവിൻ്റെ മുഖം ചുവന്ന് തുടുത്തു. എന്നിട്ടും പള്ളിയാണല്ലോ എന്ന് കരുതി അവൾ മിണ്ടാതെ നിന്നു. എനിക്ക് അവരെ പോലുള്ള ആരെങ്കിലും മതി. എന്തു ബോഡിയാ, രണ്ടും ഒന്നിനൊന്ന് മെച്ചം. ആ പെൺകുട്ടികൾ വീണ്ടും അലക്സിനെയും റിച്ചിയും പറ്റി സംസാരിക്കാൻ തുടങ്ങി. അനീറ്റ പിന്നെ പ്രതികരിക്കാൻ പറ്റാതെ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. ഇവരുടെ 2 പേരുടെ നടുവിലിരുന്ന മീനു 2 പേരെ മാറി മാറി നോക്കി ചിരിച്ചു. അവസാനം സഹികെട്ടതും പൊന്നു തിരിഞ്ഞ ആ പെൺകുട്ടികളെ നോക്കി. പൊന്നു നോക്കുന്നത് കണ്ട് അവരും സംശയത്തോടെ നോക്കി. അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ ചേച്ചിമാർക്ക്? പൊന്നു പുച്ഛത്തോടെ ചോദിച്ചു. ഉണ്ടെങ്കിൽ അവരും തിരിച്ചു ചോദിച്ചു. എങ്കിലേ ചേച്ചിമാർ അത് നോക്കി നിന്ന് വെള്ളം ഇറക്കണ്ട. ദോ ആ റെഡ് ഷർട്ട് ഇട്ട് നിൽക്കുന്നില്ലേ, അതെൻ്റെ പ്രോപ്പർട്ടിയാ. അതിനടുത്ത് നിൽക്കുന്ന ആ ബ്ലാക്ക് ഷർട്ട് ഉണ്ടല്ലോ, അതിന് ചേച്ചിയുടെ ഹസ്ബൻഡാ. പൊന്നു അവരെ നോക്കി പറഞ്ഞതും അവർ വീണ്ടും സംശയത്തോടെ അവളെ നോക്കി. മനസ്സിലായില്ലേ? അതായത് ഉത്തമ, അത് രണ്ടും ഫ്രഷ് അല്ലെന്ന്. ചേച്ചിമാർ പോയി ഏതെങ്കിലും ഫ്രഷ് കിട്ടുമോ നോക്ക്. പൊന്നു അതും പറഞ്ഞ് ചുണ്ടുകൾ കൊട്ടി നേരെയിരുന്നു. പെൺകുട്ടികൾ രണ്ടും ചമ്മി നാറി പരസ്പരം നോക്കി. പൊന്നും മീനും മുൻപിലേക്ക് നോക്കിയിട്ടും തിരിഞ്ഞിരുന്ന് ആ പെൺകുട്ടികളെ തന്നെ നോക്കുന്ന അനീറ്റയെ കണ്ടതും അവർക്ക് ചിരി വന്നു. ചേച്ചി എന്താ അങ്ങോട്ട് നോക്കുന്നേ? മുന്നോട്ട് നോക്ക്. മീനു അവളെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ മുന്നോട്ട് നോക്കാൻ? എടി, അവൾ കുറച്ചു നേരം മുമ്പ് എന്താ പറഞ്ഞത്? ആ ബ്ലാക്ക് ഷർട്ട് അവളുടെ ചേച്ചിയുടെ ഭർത്താവാണെന്നോ? അവൾക്കതിന് ചേച്ചിയുണ്ടോ? അയാൾ കല്യാണം കഴിച്ചോ? എപ്പോ? എന്നിട്ട് പിന്നെന്തിനാ അയാൾ എൻ്റെ പുറകെ നടക്കുന്നത്? അനീറ്റ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ചേച്ചി തന്നെയാണോ ചേട്ടായി ഇവളെ അകറ്റാൻ നടന്നത്? മീനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അത് കേട്ട അനീറ്റ സംശയത്തോട് ചോദിച്ചു. ഹോ, എൻ്റെ പൊന്നു ചേച്ചി, ഇവൾ വെറുതെ തട്ടിവിട്ടതാ. ഇവളുടെ ചേച്ചി എന്ന് പറയുന്ന ആരാ? ചേച്ചി തന്നെയല്ലേ? ഇങ്ങനൊരു മണ്ടി. മീനു അനീറ്റയെ നോക്കി പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞത് അങ്ങേര് കല്യാണം കഴിച്ചത് എന്നെയാണെന്നല്ലേ? അനീറ്റ എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു. അതെ അതെ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അനീറ്റ നല്ലോണം ഇളിച്ചു കാണിച്ചു. പള്ളിയിലെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് അവർ നേരെ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു പോയത്.
പൊന്നുവും അനീറ്റയൊക്കെയാണ് ആദ്യം ഫുഡ് കഴിക്കാൻ കയറിയത്. അവർ കഴിച്ച് കൈ കഴുകാൻ ഇറങ്ങിയതും പെട്ടെന്ന് അനീറ്റയുടെ കയ്യിൽ പിടിച്ച് ആരോ മറവുള്ള ഒരു ഭിത്തിയിലേക്ക് ചേർത്തിരുന്നു. മാരേജ് കഴിഞ്ഞ് എല്ലാവരും പോയതുകൊണ്ട് തന്നെ കുടുംബക്കാർ മാത്രമേ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്താ? മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അലക്സിനെ കണ്ടതും അവൾ പതറിക്കൊണ്ട് ചോദിച്ചു. അവനൊന്നുമില്ലെന്ന് ചുമലനക്കി. പിന്നെ അവൾ കഴിച്ച എച്ചിലുകൈ എടുത്ത് അവൻ വായിലേക്ക് വെച്ചു. ഓരോ വിരലിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോറവൻ നുണഞ്ഞു. അവൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ചുറ്റിനു നോക്കി. കൈ പുറകോട്ട് വലിക്കാൻ ശ്രമിച്ചതും അവൻ അവളുടെ വിരലിൽ അമർത്തിക്കടിച്ചു. അവൾ കൈ പെട്ടെന്ന് വലിച്ചെടുത്ത് കുടഞ്ഞു. അവൻ്റെ ഉമിനീരിനാൽ കുതിർന്ന അവളുടെ വിരലുകളിലേക്ക് അവൾ ദയനീയമായി നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ മാരേജ് കഴിഞ്ഞ് എന്നും എനിക്ക് നീ വാരിത്തന്നാ മതി. അലക്സ് കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. തനിക്ക് എന്താ വേണ്ടത്? എന്തിനാ എൻ്റെ പിറകെ നടക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ വീട്ടിൽ വന്ന് ചോദിക്കാൻ. ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇന്നെനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കുത്തിയല്ലേ? സാരമില്ല, എന്നായാലും ഞാൻ തന്നെ കാണാനുള്ളതല്ലേ. അപ്പോൾ മൊത്തത്തിൽ കണ്ടോളാം. അവൾ ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. മാറി നിൽക്ക്, അവരെന്നെ അന്വേഷിക്കും. അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കി. അപ്പോഴേക്കും അവൻ ഇടുപ്പിലൂടെ അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. ആദ്യമായി അവൻ്റെ സ്പർശനം അവളുടെ ശരീരത്തിൽ അറിഞ്ഞതും അവളുടെ നെഞ്ചിൻ്റെ താളം തെറ്റി. അവൾ വിയർത്തൊഴുകി. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവളിലെ ഓരോ മാറ്റങ്ങളും അവൻ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് നിന്നു. അവളുടെ വിറച്ചുകൊണ്ടിരിക്കുന്ന കീഴ്ചുണ്ട് അവൻ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് അമർത്തി ഞെവിടി വിട്ടു. ചുവന്നിരുന്ന അവളുടെ ചുണ്ടുകൾ ഒന്നുകൂടി ചുവന്ന് തൊടുത്തു. അവളുടെ കൈകൾ പോലും അവനെ എതിർക്കാൻ ഉയരുന്നില്ലായിരുന്നു. എനിക്കിപ്പോൾ എന്താ തോന്നുന്നതെന്നറിയോ നിനക്ക്? അവൻ അവളുടെ മുഖത്തുകൂടി വിരലുകൾ ഓടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവൾ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എനിക്ക് നിന്നോടുള്ള പ്രണയം, ഇഷ്ടം എല്ലാം ഒരു ഡീപ്പ് കിസിലൂടെ നിന്നെ അറിയിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പം അതിനെ പറ്റിയൊരു സ്പേസ് അല്ല ഇത്. അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. ബട്ട് ഇനിയൊരവസരം ഉണ്ടായാൽ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. അവൾ അവനെ നോക്കാനാകാതെ തലകുനിച്ചു. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ നിന്റെ പാസ്റ്റ് ഓർത്താണ് നീ എന്നിൽ നിന്നും മാറി നിൽക്കുന്നത്. നിന്റെ പാസ്റ്റ് എനിക്കൊരു വിഷയമേ അല്ല. പ്രായത്തിൻ്റെ എടുത്തുചാട്ടമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതൊന്നും എൻ്റെ പ്രണയത്തിന് ഒരു തടസ്സമാകില്ല. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് സംശയത്തോടെ അവനെ നോക്കി. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ? നിന്നെ അത്രയും ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ എല്ലാം അറിഞ്ഞിരിക്കേണ്ട പെണ്ണെ. അവൻ പറഞ്ഞുകൊണ്ട് ഒഴുകി വന്ന അവളുടെ കണ്ണുനീരിനെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി. പറ, എൻ്റെ പെണ്ണാകാൻ നിനക്ക് ഇഷ്ടക്കേടുണ്ടോ? അവൻ അവളുടെ മുഖം അവന് നേരെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളോടുള്ള പ്രണയം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ കണ്ണിൽ നോക്കി എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നു. ഓക്കെ, ഇതാ എൻ്റെ നമ്പർ. നിനക്ക് എന്തേലും ചെറിയൊരു ഫീലിങ്സ് പോലും എന്നോടുണ്ടായാൽ എന്നെ വിളിക്കണം. ഇനി നമ്മൾ കാണുമോയെന്നറിയില്ല. ഞാൻ നാളെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഹൈദരാബാദ് വരെ പോകുക. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതിനിടയിൽ എപ്പോഴെങ്കിലും എന്നോട് സംസാരിക്കണമെന്നോ കാണണമെന്നോ തോന്നിയാൽ എന്നെ വിളിക്കണം. അതും പറഞ്ഞ് അവൻ അവൻ്റെ കാർഡ് എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ച അവൻ അവളുടെ കവളിൽ ചുണ്ടുകളും നാവുകളും വെച്ച് അമർത്തി ചുംബിച്ചു. ഒരു നിമിഷം അവൾ കാൽവിരലുകളിൽ ഉയർന്നു പൊങ്ങി. സാധാരണ ചുംബിക്കുന്നതിനേക്കാൾ വന്യമായിരുന്നു അവൻ്റെ ചുംബനം. പൊയ്ക്കോ, അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ അവിടെ നിന്ന് ഓടിയിരുന്നു. പെട്ടെന്ന് പോയി കൈകൾ കഴുകിക്കൊണ്ട് അവൾ പിള്ളേർ സെറ്റിൻ്റെ അടുത്ത് എന്ന് സെൻസർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. അവരും അവളോട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞു. പൊന്നു ഒക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതും റിച്ചി മാളുമോളെ പൊന്നുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഡേ, ഇവിടെ ഇരിക്കെ. റിച്ചി ഒരു കസേര ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മീനുവിനെയും അനീറ്റയൊക്കെ നോക്കി. അവരൊക്കെ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു. മാളുമോളെ അവൻ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ കഴിച്ചിട്ട് വരുന്നത് വരെ ഇവിടെ നിന്ന് നീ അനങ്ങരുത്. റിച്ചി അവളെ നോക്കി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് ഇച്ചാനെന്തിനാ ദേഷ്യപ്പെടുന്നേ? അവൻ പറയുന്നത് കേട്ട് സംശയത്തോട് ചോദിച്ചു. നീ കുറച്ചു മുമ്പ് സാരിയും പൊക്കിപ്പിടിച്ച് ഓടുന്നത് കണ്ടല്ലോ. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ സാരി ഉടുക്കാൻ സമ്മതിച്ചത്? അവൻ കൈകൾ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ചാടിത്തുള്ളി ഓടരുതെന്ന് അവൾ മുഖം കുനിച്ചു വെച്ച് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അവന് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മീനുവിനെയും അനീറ്റയും മിക്കുവിനെയും നോക്കി കണ്ണുകളടച്ച് കാണിച്ചിട്ട് അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളെ നോക്കി. എന്നിട്ട് നീ എന്താ ചെയ്തത്? അവൻ ചോദിച്ചതും അവൾ ദയനീയമായി തല ഉയർത്തി അവനെ നോക്കി. അത് പിന്നെ നേഹയെ മന്ത്രകോടി ഉടുപ്പിക്കാൻ ബ്യൂട്ടീഷ്യൻ ചേച്ചിയെ വിളിക്കാൻ അവൾ പേടിച്ച് പറഞ്ഞു. ബാക്കി വീട്ടിൽ ചെന്നിട്ട് തരാം ഞാൻ. അതും പറഞ്ഞു മുണ്ടുമടക്കി കുത്തി അവൻ പോയി. പൊന്നു അവരെ എല്ലാവരെയും ദയനീയമായി നോക്കി. ഞാൻ ചേച്ചിയോട് അപ്പോഴേ പറഞ്ഞതാ, ഞങ്ങൾ ആരെങ്കിലും പോകാം, ചേട്ടായി കണ്ടാൽ പ്രശ്നമാകുമെന്ന്. ചേച്ചി കേട്ടില്ലല്ലോ, അനുഭവിച്ചോ? മിക്കു അവളെ നോക്കി വലിയ കാര്യം പോലെ പറഞ്ഞു. സാരമില്ല, എൻ്റെ ഇച്ചായനല്ലേ, ആ ദേഷ്യം മാറ്റാൻ ഇച്ചായൻ്റെ കൊച്ചിനെ അറിയാം. അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും തലയാട്ടി ചിരിച്ചു. ഓഡിറ്റോറിയത്തിൽ നിന്നും അവർ ആൽബിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. കാറിൽ കയറാൻ നിന്നതും അനീറ്റ അലക്സിനെ അവിടെ എല്ലാം നോക്കിയെങ്കിലും അവൻ്റെ കാറും അവനെയും അവിടെ കണ്ടില്ല. അവൻ പോയി കാണുമെന്ന് അവൾക്ക് തോന്നി. അവൻ കൊടുത്ത കാർഡ് എടുത്ത് അവൾ ഭദ്രമായി ബാഗിൽ വെച്ചു.
എന്നാൽ അവൾ അറിയാതെ മാറി നിന്ന് അവളെ തന്നെ നോക്കിയിരുന്ന അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അവനും കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. പൊന്നു റിച്ചിയെ കാണുമ്പോഴെല്ലാം നന്നായി വളിച്ചു ചിരിച്ചിരിക്കും. അവൻ പുച്ഛിച്ചും ദേഷ്യപ്പെട്ടും കണ്ണുരുട്ടിയും കാണിക്കും. എന്നാൽ അവൾ കാണാതെ അവൻ്റെ കൊച്ചിൻ്റെ കുസൃതികൾ കണ്ട് അവൻ പുഞ്ചിരിക്കും. കുറച്ച് നിമിഷങ്ങൾക്കകം എല്ലാവരും വീട്ടിലെത്തി. ആൽബിയുടെ മമ്മി നേഹയെ കൈപിടിച്ച് കയറ്റി. അവർക്ക് 2 പേർക്കും കുടിക്കാൻ പാല് കൊണ്ടു കൊടുത്തു. എന്നാൽ പിള്ളേർ സെറ്റ് ഒരു ഗ്ലാസ് പാലിങ്ങെടുത്തിട്ട് ഒരെണ്ണം 2 പേരും കൂടി കുടിച്ചോളാൻ പറഞ്ഞു. ആൽബിയും നേഹയും എല്ലാവരെയും നോക്കി ഇളിച്ച കാണിച്ച ശേഷം പാല് കുടിച്ചു. ആൽബിയും നേഹയും യാത്രയാക്കിയിട്ട് അപ്പു ഒഴിച്ച് എല്ലാവരും റിച്ചിയുടെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. എന്നാൽ അപ്പു മീനുവിനെ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കാൻ കയ്യും കണ്ണുമൊക്കെ കാണിക്കുന്നുണ്ട്. അവൾ റിച്ചിയെ ചൂണ്ടിക്കാണിച്ചിട്ട് വേണ്ട എന്നൊക്കെ പറയുന്നുമുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പൊന്നു. പൊന്നു അവരെ 2 പേരെ മാറി മാറി നോക്കി. അപ്പു അവളെ ദയനീയമായി നോക്കി 2 മിനിറ്റ് എന്ന് കാണിച്ചു. പൊന്നു ചിരിച്ചുകൊണ്ട് അതിന് തലയാട്ടി. ഇച്ചായ എല്ലാവരും ഇറങ്ങാൻ നിന്നതും പൊന്നു റിച്ചിയെ വിളിച്ചു. എന്താ? അവൻ മാളുമോളെ എടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. ഓ മൈ ഗോഡ്, കലിപ്പ്. പൊന്നു മീനുവിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. എങ്ങനെയും ഒന്ന് സെറ്റാക്കടി പ്ലീസ്. മീനു അവളോട് പതിയെ പറഞ്ഞു. ഇച്ചായ അതെ അത് പിന്നെ അവൾ റിച്ചിയോട് എന്ത് പറയണമെന്നറിയാതെ നിന്നു. റിച്ചി അവളെ കലിപ്പിച്ചൊന്ന് നോക്കി. അത് മീനുവിന് ബാത്റൂമിൽ പോകണം, അർജൻറ്റാണ്. നമ്മുടെ വീട് വരെ പോകാനുള്ള ത്രാണിയില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാം. പൊന്നു പേടിച്ച് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് റിച്ചിയെ നോക്കി. അവൻ മൂളിക്കൊണ്ട് മാളുമോളെയും കൂട്ടി നടന്നു. പൊന്നു അനീറ്റയും മിക്കുവിനെയും കണ്ണു കാണിച്ചു. അവർക്കും കാര്യം മനസ്സിലായതുപോലെ അവരും അവൻ്റെ പുറകെ പോയി. പൊന്നു മീനുവിനെ നോക്കി. എന്നാൽ മീനു നിന്നിടം ശൂന്യമായിരുന്നു. തെണ്ടി ആക്രാന്തം മൂത്ത് ഓടിയതാ. ഇനി ആ ചെകുത്താൻ്റെ ദേഷ്യം ഞാൻ എങ്ങനെ മാറ്റും മാതാവേ? അവൾ നഖം കടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആലോചിച്ചു. മീനുവിനെയും കൂട്ടി അപ്പു പോയത് ടെറസിലേക്കാണ്. ആൽഫിച്ചായ പൊന്നുവിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, അവൾ എന്ത് വിചാരിക്കും? അവൾ അപ്പുവിനെ നോക്കി ദയനീയമായി പറഞ്ഞു. പിന്നെ ഇതൊന്നും അറിയാത്ത കുഞ്ഞുവാവയല്ലേ അവള്? എടി അവളും ചേട്ടായും കാണിച്ചു കൂട്ടിയതുപോലൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല. അപ്പു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു. എന്താ എന്നോട് നിൽക്കാൻ പറഞ്ഞേ? നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലടി. രാവിലെ മുതൽ ഞാൻ നിന്നെ നോക്കുന്നുണ്ട്, പക്ഷെ നീ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അവൻ പരിഭവത്തോടെ പറഞ്ഞു. അതിച്ചായ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തും വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. പിന്നെ ഇച്ചായനും ബിസി ആയിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമല്ലായിരുന്നോ? മീനുവും അവനെ നോക്കി മറുപടി പറഞ്ഞു. അതും ശരിയാ, ആകെയുള്ള ചേട്ടൻ്റെ മാരേജ് അല്ലായിരുന്നോ? ശരിക്കും ശരീരമൊക്കെ വേദനിക്കുക, ഒന്ന് കിടക്കണം. ആണോ? എങ്കിൽ ഇച്ചായൻ പോയി കിടന്നോ? മീനു അവനെ നോക്കി പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. അവളും ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു. മീനു അവൻ അരുമയായി പതിയെ അവളോട് വിളിച്ചു. അവളൊന്ന് മൂളി. ഇന്ന് സുന്ദരിയായിരുന്നു. ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അവൻ പറഞ്ഞതും അവൾ നാണം കൊണ്ട് മുഖം കുനിച്ചു. നാണം വരുന്നോ എൻ്റെ പെണ്ണിന്? അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടി ഉയർത്തി. അവൾ കണ്ണു ചിമ്മി കാണിച്ചു. അവൻ മുഖം കുനിച്ച് അവളുടെ നെറ്റിയിലും കവളിലും ചുണ്ടുകൾ ചേർത്തു. അവളും തിരിച്ച് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. ഐ ലവ് യു. അവൻ അവളുടെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. കഴിഞ്ഞോ ഇണക്കുരുവികളുടെ റൊമാൻസ്? അങ്ങോട്ടേക്ക് വന്ന പൊന്നു കൈകൾ 2 മാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചതും മീനു അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി മാറാൻ നിന്നതും അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. ഓ, നമ്മളൊന്നും നിന്റെ ഇച്ചായൻ്റെ അത്രയും വരില്ല കേട്ടോ, അപ്പു പൊന്നുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ, അത് റെയർ പീസാണ്. പൊന്നു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. റെയർ പീസൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആൽബിച്ചായനും ഞാനും ഒരപ്പനാകുന്നതിന് മുമ്പ് അങ്ങേര് 2ാമതൊരെണ്ണത്തിൻ്റെ അപ്പനാകാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞോണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്കായിരിക്കും സ്വസ്ഥതക്കേട്. അവൻ പൊന്നുവിനെ നോക്കി പറഞ്ഞു. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പോയി നിങ്ങളുടെ ചേട്ടായിയോട് പറ. ഞാൻ പാവം. അവൾ നിഷ്കു ചമഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ ബെസ്റ്റ് ആളിനോടാ പറയേണ്ടത്. സത്യം പറയടി, നീ അങ്ങേർക്ക് എന്ത് കൈവശമാണ് കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെയുണ്ടോ ഒരു പ്രേമം? അങ്ങേർക്ക് നിന്നെ പ്രേമിച്ച് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പു പൊന്നുവിനെ നോക്കി അവൻ്റെ ഊഹം പറഞ്ഞു. ദേ എൻ്റെ ഇച്ചായനെ പറഞ്ഞാലുണ്ടല്ലോ. അവൾ കൈകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, നമ്മളൊന്നും നിന്റെ ഇച്ചായനെ ഒന്നും പറയുന്നില്ലേ. നീ അങ്ങോട്ടല്ലേ ചെല്ലുന്നേ? ചെല്ല് കേട്ടോ. നിന്നെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് ചേട്ടായിക്ക്. അപ്പു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ? പൊന്നു സംശയത്തോടെ അവനോട് ചോദിച്ചു.
നീ അങ്ങോട്ടും ഇങ്ങോട്ടും സാരിയും പൊക്കിപ്പിടിച്ച് ഓടുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പു ചിരിയോടെ അവളോട് പറഞ്ഞു. ആണോ? ഇച്ചായി നല്ല ദേഷ്യപ്പെട്ടാണോ നിന്നത്? അവൾ നഖം കടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. യാ, ഓഫ് കോഴ്സ്. വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? മാതാവേ, അപ്പോൾ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. മീനു, നീ വാ, നമുക്ക് പോകാം. അവൾ മീനുവിനെ നോക്കി പറഞ്ഞു. ചെന്ന് വാങ്ങിക്ക്. അപ്പു ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. പോടാ പട്ടി, എനിക്ക് എന്ത് തന്നാലും ഞാനത് നിനക്കും കൊണ്ടുതരും. നോക്കിക്കോടാ തിണ്ടി. പൊന്നു അവനെ നോക്കി പറഞ്ഞു. അയ്യേ, എനിക്കെങ്ങും വേണ്ട, എനിക്കെൻ്റെ മീനുമോള് തന്നോളും. അവൻ മീനുവിനെ നോക്കി പറഞ്ഞതും അവൾ നാണം കൊണ്ട് തലകുനിച്ചു. അയ്യ, അവളുടെ ഒരു നാണം. ബാക്കിയുള്ളവർ ഇവിടെ ഏത് ഭിത്തിയിലാണ് ആ ചെകുത്താൻ ഉരയ്ക്കാൻ പോകുന്നതെന്ന് അറിയാൻ നിൽക്കുമ്പോഴാ അവളുടെ ഇങ്ങോട്ട് വാടി. അതും പറഞ്ഞ് പൊന്നു അവളുടെ കയ്യും പിടിച്ച് താഴേക്കിറങ്ങി. മീനു തിരിഞ്ഞ് അവനെ നോക്കി ചിരിച്ചതും അവനും അവളെ നോക്കി ചിരിച്ചിരുന്നു.